ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊഹ ആണ്. പൊഹ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അവലാണ്. അവലിൻ്റെ ഉപ്പുമാവാണ് ഈ പൊഹ എന്ന് പറഞ്ഞ വെള്ളങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം हम बनाने जा रहे പൊഹ സിखाएंगे कैसे. പൊഹയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ചുടാ ലിയ है. अभी 2 के लेके आएंगे. കഴുകിയിട്ട് വരാം. ഞാൻ അവല് ഒരു പ്രാവശ്യം നല്ലതായിട്ട് കഴുകി പെട്ടെന്ന് എടുക്കണം. चूड़ा अच्छा से धो के जल्दी पानी से निकाल के छान के रखेंगे. നമുക്ക് ഒരു അരിപ്പത്തവിയിലിട്ട് ഇത് മാറ്റി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞു. പാൻ ഗരം हो गया. 2 ടേബിൾ സ്പൂൺ तेल डाल दे. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. तेल अच्छा से गरम हो गया. अभी डाल दे लाल मिर्च. 3 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. 3 लाल मिर्च. അപ്പോൾ കരിയാപ്പല ഉണക്കമുളക് കൂടി ഇട്ട് നമുക്ക് വറുക്കാം. लाल मिर्ची और करियापत्ता थोड़ा फ्राई करना है. 1 मुट्ठी मूंगफली. ഒരു പിടി പച്ചക്കപ്പലിൻ്റെയാണ് നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അച്ചത്തെ ഫ്രൈ करना है. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമുക്കത് മാറ്റാം. मूंगफली अच्छे से फ्राई हो गया. निकाल के रखेंगे. बाकी हुआ तेल में अभी 1 टीस्पून सरसों डाल दे. എണ്ണയ്ക്കകത്തോട്ട് 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. सरसों अच्छे से फूट रहे. अभी डाल दे हरी मिर्च. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ആവശ്യമനുസരിച്ച് ഇടാം. 1 हरी मिर्च डाला है. अदरक ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ കറി സബോള ചെറുതായിട്ട് അരിഞ്ഞത്. 1 प्याज छोटा काट के रखा है वो डालना. 1 कैरेट छोटा छोटा काट के रखा है. ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാരറ്റ്. ഒരു പിടി ബീൻസ്. 1 മുट्ठी ബീൻസ്. अच्छा से मिला के थोड़ा पकने के लिए रखेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേഗം വേണ്ടി വെക്കാം. ഞാനിപ്പം ബീൻസും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ വേറെ ഉരുളക്കിഴങ്ങ് എന്ത് വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. इसमें कैरेट और बीन्स का भी हम डाला है. इसमें कुछ भी सब्जी कॉलीफ्लावर आपका पसंद हुआ सब्जी छोटा छोटा काट के ऐसे डालने से अच्छा है. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डाल दे. 1/4 ടീസ്പൂൺ ഹൽദി പൗഡർ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇട്ടാലും നല്ല, ഇട്ടില്ലെങ്കിലും വേറൊരു ഭംഗിയാണ്. കാണാനും ആ ടേസ്റ്റുമാണ്. അരച്ച് വെച്ച് ചെറിയ രീതിയിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അച്ചത്തെ അടക്കൊക്കെ പക്കനെ തक वेट करना है. വെജിറ്റബിളൊക്കെ വെന്ത് കഴിഞ്ഞു. വെജിറ്റബിൾ सब अच्छे से पक गया है. अच्छे से मिला के देखिए हम लोग का चूड़ा ഒട്ടും തന്നെ വെള്ളം പിടിച്ചിട്ടില്ല. നമ്മളിത് കഴുകി വെച്ചിട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയിട്ട് കട്ടയായിട്ട് വരും. നമ്മളത് കൈ വെച്ച് ചെറുതായിട്ട് പൊടിച്ചാൽ മതി. നോക്കിക്കേ, ഇങ്ങനെ ഇരിക്കണം. ഒട്ടും ഇതേ വെള്ളം ഇപ്പം ഇല്ല. इसमें बिल्कुल अभी पानी नहीं है. अच्छा से ड्रेन करके रखा था. अभी इसमें डाल रहे. നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാം. अच्छा से मिक्स करना है. ये हेल्दी है, अच्छा टेस्ट भी है, जल्दी बना सकता है. अभी हम डाल रहे मूंगफली और करियापत्ता सब फ्राई करके रखा था. നമ്മൾ കപ്പലിൻ്റെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പൊഹ റെഡി ആയി കഴിഞ്ഞു. हम लोग का पोहा रेडी हो गया. एक बर्तन में निकाल रहे. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് करेंगे. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. ഒരു സർവിംഗ് ഡിഷിനകത്തോട്ട് മാറ്റാം. സർവിംഗ് ഡിഷ് में डाल रहे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പൊഹ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് താമസമേ ഉള്ളൂ. നമുക്ക് ടിഫിൻ കൊടുത്തു വിടാനും വീട്ടിൽ പെട്ടെന്ന് 4 മണിക്ക് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
सब लोग थोड़ा ट्राई करके देखिएगा. हेल्दी भी है, टेस्टी भी है. ये कैसे खाएगा दिखाएंगे. ഇത് എങ്ങനെയാ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. कितना चाहिए उतना ले लीजिएगा. इसका ऊपर में आलू गुजिया डाल रहे. इसका ऊपर में स्प्रेड करके डाल के खाने से बढ़िया टेस्ट आ जाएगा. ഇത് ഉരുളക്കിഴങ്ങിന്റെ സേവ് ആണ്. ഇതിന്റെ മേളിൽ ഇട്ട് കഴിച്ചാൽ പൊഹയുടെ ടേസ്റ്റ് ഒത്തിരി നല്ലതായിരിക്കും. ഇതിന് പകരം നമുക്ക് മിക്സർ ഇട്ടാലും ഒത്തിരി ടേസ്റ്റ് ആണ്. आप लोग थोड़ा ट्राई करके देखिएगा, अच्छा लगेगा. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, ജൽദി हो जाएगा. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.